എറണാകുളത്ത് DCC ഓഫീസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസിനുള്ളിൽ അവിടെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. കയ്യാങ്കളി വരെ DCC ഓഫീസിൽ നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമാ തോമസ് MLA പരാതി നൽകിയിരിക്കുന്നു. അവിടുത്തെ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് ഈ നേതൃത്വത്തിനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആരാണ് ചേരുന്നത്? ഇപ്പോൾ ഉമേഷ് തയ്യാറായിട്ടുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, കാവ്യ. ഉമേഷ്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന DCC നേതൃയോഗം A വിഭാഗം ബഹിഷ്കരിച്ച സാഹചര്യം അടക്കമുണ്ടായിരിക്കുന്നു. രൂക്ഷമാണോ DCCയിലെ പ്രശ്നങ്ങൾ? എന്താണ് ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണം കയ്യാങ്കളി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ് സംഭവിച്ചത്? പ്രശ്നം രൂക്ഷം തന്നെയാണ്. കാരണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് DCC ഓഫീസിൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് ജില്ലയിലെ A ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും MLA ഒക്കെ ആയ ഉമാ തോമസും അനുയായികളും ചേർന്ന് DCC പ്രസിഡന്റ് ഷിയാസിനെ കാണാൻ എത്തുകയുണ്ടായി. അതിന് കാരണം ഉമാ തോമസിൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ കോൺഗ്രസ് ഭാരവാഹികളെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ നവകേരള സദസ്സിൻ്റെ സംഘാടന സമിതി യോഗത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹം A ഗ്രൂപ്പുകാരനാണ്, അനിൽകുമാറിനെ മാറ്റി പകരം ഈ A ഗ്രൂപ്പിന് താല്പര്യമല്ലാത്ത മറ്റൊരാളെ, അത് ഷിയാസിൻ്റെ താല്പര്യപ്രകാരം ഉള്ള ഒരാളെ നിയമിച്ചു. ഇക്കാര്യം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉമാ തോമസും അനുയായികളും ചേർന്ന് DCC ഓഫീസിലെത്തിയത്. എന്നാൽ ഷിയാസ് അതിനെ ന്യായീകരിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇത് വലിയ വാക്കേറ്റമായി കയ്യാങ്കളിയായി DCC പ്രസിഡന്റിനെ ഉമാ തോമസിൻ്റെ അനുയായികൾ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ 2 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ DCC പ്രസിഡന്റ് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. തൃക്കാക്കരയിലെ വെസ്റ്റ് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് PN നവാസും ഒപ്പം മറ്റൊരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നിസാമുദ്ദീൻ ഇങ്ങനെ 2 പേരെ DCC പ്രസിഡന്റ് പുറത്താക്കുകയുമൊക്കെ ചെയ്തു. ഒപ്പം ഇന്നലെ DCC ഓഫീസിൽ ചേർന്ന ജില്ലാ നേതൃയോഗം A വിഭാഗം ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, ഉമാ തോമസ് MLA ഇപ്പോൾ KPCC പ്രസിഡന്റിനും AICC ജനറൽ സെക്രട്ടറിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് DCC പ്രസിഡന്റിനെതിരെ. അതിൽ പറയുന്നത് നിരന്തരം തന്നെ അവഹേളിക്കുകയാണ്, തൻ്റെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്, ഒരു വനിതാ MLA എന്ന നിലയിലുള്ള ഒരു പരിഗണന പോലും നൽകുന്നില്ല. തുടർച്ചയായി തൃക്കാക്കര മണ്ഡലത്തിൽ ഈ ഭാരവാഹികളെ തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ PT തോമസ് ഉണ്ടായിരുന്ന കാലത്ത് തൃക്കാക്കര മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തൃക്കാക്കര ബ്ലോക്ക് കമ്മിറ്റിയിലും അതിന് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളിലുമൊക്കെ A ഗ്രൂപ്പിനായിരുന്നു പ്രാതിനിധ്യം. അതെല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടർച്ചയായി തൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തന്നെ അവഹേളിക്കുന്ന പ്രവർത്തനം നടത്തുന്നു. മാത്രമല്ല, ഇക്കാര്യം ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോണിലും DCC പ്രസിഡന്റ് അധിക്ഷേപിക്കുന്നു എന്നൊക്കെയാണ് ഉമാ തോമസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ്സിന് വലിയ ശക്തിയുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. ആ എറണാകുളത്താണ് ഗ്രൂപ്പ് പോര് രൂക്ഷമായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉമാ തോമസ് നൽകിയ പരാതിയിൽ ഇനി നേതൃത്വം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നിർണായകം. എന്ന് മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ഉമാ തോമസ് നേരിട്ട് കണ്ട് പരാതി അറിയിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.